ബഹുമാനപ്പെട്ട MLA ശ്രീ സെബാസ്റ്റ്യൻ കൊളത്തങ്കൽ ഇവിടെ കൊണ്ടുവന്ന ഈ ശ്രദ്ധ ക്ഷണിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ കാര്യം മാത്രമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു പൊതുവിഷയമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രളയവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വലിയ അളവിൽ ചെളിയും മണ്ണും എക്കലും അടിഞ്ഞുകൂടി നദികളുടെ സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുകയും നദികളുടെ ആഴവും വീതിയും കുറഞ്ഞു വരികയും ചെയ്യുന്നു. തന്മൂലം മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിന് ആക്കം കൂടുന്നു. കൃത്യമായ ഇടവേളകളിൽ എക്കലും ചെളിയും മാറ്റി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. ഇതിനായി ഓരോ നദികളുടെയും ചുമതല നേരത്തെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി അതിനാവശ്യമായ പ്രാഥമിക പരിശോധന നടത്തുകയും വിവരശേഖരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ജലസേചന വകുപ്പിന് കീഴിലുള്ള കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ 2021 പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച നദികളായ അച്ചൻകോവിൽ, പമ്പ, മണിമല, മീനിച്ചിൽ, മൂവാറ്റുപുഴ തുടങ്ങിയ നദികളിൽ പര്യവേഷണം നടത്തി സാമ്പിളുകൾ ശേഖരിക്കുകയും അതിൻ്റെ വിശകലനം നടത്തിയതിൽ നിന്നും നദികളിലും കൈവഴികളിലും വലിയ തോതിൽ ചെളിയും എക്കലും പാറയും മറ്റ് പാഴ്വസ്തുക്കളും അടിഞ്ഞുകൂടിയതുമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഘട്ടം ഘട്ടമായി മാത്രമേ പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, MGNRE, ജലസേചന വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവയുടെ ഏകോപനത്തോടു കൂടി ജനകീയ പങ്കാളിത്തത്തോടു കൂടിയും നദികളിലും കൈവഴികളിലും അടിഞ്ഞുകൂടിയ മണ്ണ്, ചെളി, എക്കൽ, മറ്റ് പാഴ്വസ്തുക്കൾ എന്നിവ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ജലസേചന വകുപ്പ് മുഖാന്തരം നടത്തിവരുന്നു. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രതിനിധികളുമായും ജലസേചന വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 3 മാർഗം വഴി നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്തുകളുടെ സഹായത്തോടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയീസ് സ്കീം പദ്ധതി ഉപയോഗിച്ച് നദികളിലെ മണ്ണും ചെളിയും മിതമായ ചെലവിൽ നീക്കം ചെയ്തു വരുന്നു. ജില്ലാ കളക്ടറുടെയും ജലസേചന വകുപ്പിൻ്റെയും മേൽനോട്ടത്തിൽ ചെക്ക് ഡാം, റെഗുലേറ്റർ, VCB എന്നിവയിൽ അടിഞ്ഞുകൂടിയ മണ്ണ്, ചെളി എന്നിവ പുഴയിൽ നിന്ന് മാറ്റി സുരക്ഷിതമായൊരു പ്രദേശത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇവ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യോജിക്കുകയാണെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ ലേലം ചെയ്ത് ആവശ്യക്കാർക്ക് നൽകാവുന്നതാണ്. മേൽപ്പറഞ്ഞ മാർഗ്ഗങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ മണ്ണും ചെളിയും നീക്കം ചെയ്യാവുന്നതും അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യോഗ്യമായവ റവന്യൂ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സഹകരണത്തോടുകൂടി തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നദികളിലെയും കൈവഴികളിലെയും എക്കലും ചെളിയും നീക്കം ചെയ്യാൻ മഴക്കാലത്തിന് മുമ്പ് പൂർത്തീകരിക്കാനുള്ള പ്രവർത്തികൾ ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ജലസേചന വകുപ്പിന് കീഴിലുള്ള ഡാമുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ സർക്കാരിൻ്റെ വിവിധ ഉത്തരവുകൾ പ്രകാരം നടന്നു വരുന്നു. ഇതിന് മംഗലം ഡാമിൽ പ്രസ്തുത പ്രവൃത്തി പുരോഗമിക്കുന്നു. ചുള്ളിയാർ, വാളയാർ, മീങ്കര ഡാമുകളിൽ പ്രസ്തുത പ്രവർത്തികളും കരാർ നടപടികൾ പുരോഗമിക്കുകയാണ്. മഞ്ഞുമ്മൽ, ചെങ്ങനാംകുന്ന് റെഗുലേറ്ററുകളിൽ നിന്നും അടിഞ്ഞുകൂടിയ വസ്തുക്കൾ നീക്കം ചെയ്ത് കഴിഞ്ഞു. പുറപ്പള്ളിക്കാവ്, പൂക്കോട്ടുമന, ചെറുതുരുത്തി റെഗുലേറ്ററുകളിൽ നിന്നും വസ്തുക്കൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ ഈരാറ്റുപേട്ട നഗരസഭ, ഞാൻ തന്നെ അത് നേരിൽ പോയി കാണാൻ എനിക്കിടയായി. ഏതാണ്ട് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇത്രയും ദിവസം ജോലി ചെയ്തിട്ട് പോലും അതിൽ 10 അംശം പോലും മാറ്റി തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. MLAയുടെ നേതൃത്വത്തിൽ നഗരസഭയും അതോടൊപ്പം തന്നെ MP ഉൾപ്പെടെ എല്ലാവരും വളരെ നല്ല നിലയിലാണ്. സന്നദ്ധ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ പയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടവർ, ഹരിതകേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് ഭാഗവാക്കിക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു നിലയിലുള്ള ക്രമീകരണത്തിൻ്റെ തുടക്കമാണ്. നമ്മൾ കേരളത്തിലെമ്പാടും ഇത് ചെയ്യുന്നതിനുള്ള ശ്രദ്ധേയമായൊരു നീക്കം ജനപ്രതിനിധികളുടെ ഭാഗത്തുകൂടി ഉണ്ടാകണം. ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അതിൽ LSTD മിനിസ്റ്റർ, റവന്യൂ മന്ത്രി, KSCB മിനിസ്റ്റർ, ഫോറസ്റ്റ് മിനിസ്റ്റർ, ഞങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്തു. അതിലെടുത്ത കർശനമായൊരു തീരുമാനം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് നമുക്ക് നീക്കം ചെയ്യുന്നതിന് തടസ്സമില്ല. MLA ലാസ്റ്റ് വായിച്ച 2019 ഉത്തരവ് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളുടെ ഭാഗമായി തന്നെ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തു. റവന്യൂ മന്ത്രി ആ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയും അദ്ദേഹം ഈ കോളിംഗ് അറ്റൻഷൻ വന്നതിന് ശേഷം എന്നെ വിളിച്ച കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ തന്നെ നേതൃത്വത്തിന് കീഴിൽ അത്തരം ജോലികൾ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നമുക്ക് നടത്തണം. അതിന് യാതൊരു തരത്തിലുമുള്ള തടസ്സങ്ങളില്ല. വ്യക്തിഗത തടസ്സങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുമില്ല. ജലനിർഗമന സ്രോതസ്സുകൾ നല്ല നിലയിൽ തുടർന്ന് പോകാൻ അനുവദിച്ചില്ലെങ്കിൽ
വരാൻ പോകുന്ന കാലവർഷത്തെ ഫ്ലഡിനെ നമുക്ക് അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരും. അതിന് തലയെക്കുട്ടി എടുത്തിരിക്കുന്ന തീരുമാനം വളരെ നല്ല നിലയിൽ കൊണ്ടുപോകാനായിട്ടുള്ള അവസരമാണ് നമുക്ക് ഒരുക്കേണ്ടതായിട്ടുള്ളത്. അതിന് മറ്റു തല തടസ്സങ്ങളൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇതിനൊരു കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. എല്ലാ മേഖലയിലും ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പാറ മാറ്റുന്നതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. പാറയൊക്കെ എൻ്റെ പരിധിപ്പെടും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഉൾപ്പെടുന്ന മേഖലയിൽ എല്ലാ വസ്തുക്കളും അതിൻ്റെ ഭാഗം തന്നെയാണ്. അത്തരം കാര്യങ്ങളെല്ലാം അവിടെ ഒഴിവാക്കുന്നതിനുള്ള നിലവിലുള്ള നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് കളക്ടർ പുറപ്പെടുവിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിന് ധൈര്യസമേതം ഇറങ്ങി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരെയും തയ്യാറാക്കേണ്ടതിൻ്റെ ചുമതലയും കൂടി നമ്മുടെ ഈ സഭയ്ക്കുണ്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ മഹാപ്രളയത്തെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതിന് മോചിപ്പിക്കാൻ പര്യാപ്തമായ നടപടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവപൂർവമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളത്. കാര്യത്തിൽ മനുഷ്യസാധ്യമായ രീതിയിൽ, അതായത് മാൻ പവർ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഒരു ജനകീയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ സൂചിപ്പിച്ച ആ പാറ പോലെയുള്ള, പ്രത്യേകിച്ച് കൂട്ടിക്കലാണ് ഏറ്റവും ഗൗരവപക്ഷം. ആ പുല്ലകയാറിൽ ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരത്തിൽ പൂർണ്ണമായും പാറക്കല്ലുകൾ നിറഞ്ഞു കിടക്കുകയാണ്. ഇനി ഒരു ഫ്ലഡ് വന്നാൽ കൂട്ടിക്കക്കാർ വലിയ ഭയാശങ്കയോടാണ് സാർ കഴിയുന്നത്. അതിലുപരി തീരമാകെ പുഴയെടുത്ത് പോയിരിക്കുക. തീരമാകെ ഒരുപാട് വീടുകൾ ഇപ്പോ ആടി ഉലഞ്ഞാണ് നിൽക്കുന്നത് ആ തീരത്ത്. അപ്പൊ ആ സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ആ കല്ലുകൾ അവിടുന്ന് കയറ്റിക്കൊണ്ട് പോകാൻ മലമ്പ്രദേശമാണ്, വാഹനങ്ങളൊന്നും പുഴയിലേക്ക് ഇറങ്ങാത്ത സാഹചര്യം. അത് അഡ്രസ് ചെയ്യാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാവണം. അതായത് മലമ്പുഴ ഉൾപ്പെടെയുള്ള ഡാമുകളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ പാറയുടെ കാര്യത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രകാരമുള്ള മനുഷ്യസാധ്യമായി ചെയ്യാവുന്ന പ്രവൃത്തി അല്ലാതെ വരുന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പുമായിട്ടും കൂടി ആലോചിച്ചുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് അത്തരം കാര്യങ്ങളിൽ പാറ മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കാവോ എന്നുള്ളത് ഗൗരവപൂർവ്വമായിട്ട് പരിശോധിക്കും. നജീബ് കാന്തപുരം